ഞണ്ടിനെ പിടിക്കാൻ അറിയത്തില്ല. നീ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഞണ്ടിനെ പിടിക്കുന്നതിനാണോ ജീവിക്കുന്നത്? എല്ലാം രാവിലെ വെളിക്കിറങ്ങാൻ രാവിലെ വെളിക്കിറങ്ങാൻ വരുന്ന അവര് വെളിക്കിറങ്ങുമ്പോ ഈ കടലം കൊണ്ടുപോകും. വെളിക്കിറങ്ങനെ കൊണ്ടുപോകുന്ന പാറയാ ചെയ്യുന്നത്. ഇല്ല, ടൂറിസം വികസിപ്പിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചിരിക്കുന്ന സ്ഥലമാ. അവിടെ ഇരുന്ന് വല്ല പാമ്പും കടിക്കും. ഇവിടെ പാമ്പൊന്നുമില്ല. നമുക്ക് മറ്റേ പരിപാടി പാലിന്റെ. എത്ര മനോഹരമായ വെള്ളമാണ്. അത് കറക്റ്റ്. പക്ഷെ ടൂറിസം എന്ന് പറഞ്ഞാൽ ഇവിടെ കുളിക്കാൻ പറ്റത്തില്ല. ആര് പറഞ്ഞു? ഇവിടെ തെരയെടുത്തോണ്ട് പോകുന്നു. തെരയെടുത്തോണ്ട് പോയില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നെ ആരും തെരയെടുത്തോണ്ട് പോയില്ലല്ലോ. നിങ്ങൾ കേറി വാ, നമുക്ക് ഇച്ചിരി പരിപാടികളുണ്ട്. ടൂറിസത്തിന്റെ മറ്റു കാര്യങ്ങൾ സംസാരിക്കണ്ടേ? എടാ ഞണ്ടിനെ പിടിയടാ, ഞണ്ടിനെ പിടിയടാ. ഞണ്ട് രസം പിടിക്കാം. ഞണ്ട് രസം പിടിച്ചോണ്ട് വാ. അത് കിട്ടണ്ടേ? കിട്ടണ്ടേന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്ന കാര്യമല്ല. ഞാൻ പറയുന്നത് പശുവിനെ കിടക്കുന്നത് നല്ലത്. ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക്. ഏതായാലും കേറി വാ. അയ്യോ, കല്ലടിച്ച് പൊട്ടിക്കുന്നു. വാ, അത് നടക്കുന്ന കേസല്ല. നമ്മൾ പതുക്കെ അങ്ങോട്ട് പോവാം. പതുക്കെ നടന്നു വാ. അല്ല ചവിട്ടി തെന്നൂടാ. തെന്നി വീഴാതെ വാന്നേ. ഇവിടെ എല്ലാം നാട്ടുകാർ കയറി തൂറി വൃത്തികേടാക്കി ഇട്ടിരിക്കുക. കാര്യം എന്താ? ടൂറിസം വികസിക്കാൻ സമ്മതിക്കത്തില്ല. ചങ്കുവേ, ഓയ് കേറി വാന്ന്. അവിടെ ഒന്ന് കളിക്കാതാ. ചങ്കു ഞണ്ട് രസം വേണ്ടടാ. ഞണ്ട് രസം പിന്നെ കഴിക്കാൻ. നിങ്ങളിങ്ങ് വാ, വയറ്റിലേക്ക് വേറെ സാധനം പോണ്ടേ? നിനക്ക് പേടിയാ? നിങ്ങളിങ്ങ് വാന്ന്. ചങ്കുവേ, നീ പശുവിനെ കറക്കുന്ന കാര്യം എന്റെ അടുത്ത് പറഞ്ഞ എന്തുവാ? ഞാൻ നിങ്ങളെ പേരും പറഞ്ഞ് പൈസയും വാങ്ങിച്ചു. ആരുടെ ഇന്ന്? സുകുമാരൻ സാറിന്റെ ഇന്ന്. എത്ര രൂപ മേടിച്ചു? അതേ ഞാൻ പറയാം, പിന്നെ പറയാം. പറയടാ. 1000 രൂപ. 1000 രൂപ മേടിച്ചിട്ട് ഈ പശുവിനെ ഞാൻ കറക്കാൻ ചെന്നില്ലെങ്കിൽ അയാൾ എന്റെ തോളം കൊണ്ട് പോത്തില്ലേ? സുകുമാരക്കുറുപ്പ് സാറിന് അങ്ങനെ കിട്ടുന്ന ആളല്ല. സുകുമാരക്കുറുപ്പ് എന്ന് അറിയാമല്ലോ പേര്. അയാള് മറ്റേ ആരാണ്ട് കൊന്നാനല്ലേ? അതൊക്കെ ആളുകൾ പറയുന്ന അനാവശ്യങ്ങളാ. നമ്മൾ അത് ചിന്തിക്കണ്ട. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാള് ഒരു ദുരൂഹതയുള്ളവനാ. ഒരു ഒറ്റ വീട്ടിൽ ഒളിച്ച് താമസിക്കുക. കുറെ പശുക്കൾ മാത്രമുണ്ട്. നമുക്ക് ഞാൻ അവിടെ പോയി പോലീസുകാരനെ പിടിച്ചോണ്ട് പോകണം. പോലീസുകാരനെ പിടിക്കുന്ന ഞാനും കൂടെ വരത്തില്ലേ? ഞാനാ മാനേജര്. എന്താ മാനേജര്? ഇത് മാനേജ് ചെയ്ത് എല്ലാം റെഡിയാക്കുന്നത്. ഇവിടെ പോലീസുകാരെന്നെ പിടിച്ചോണ്ട് പോകൂടാ. പോലീസുകാരെ കിട്ടിയ അവന്മാര് തപ്പാനിരിക്കുകയല്ലയോ? വർഷങ്ങളായിട്ട് അവരതിന്റെ പുറമെ കിടക്കുക. അതിന്റെ ഇടയ്ക്ക് ഞാനും കൂടെ നീ പശുവിനെ തീറ്റാനായിട്ട് എന്നാലും അവന്മാരെല്ലാം പിടിക്കും. നിന്നെ അവന്മാർ തപ്പിക്കൊണ്ട് പോകും. എന്നെ തപ്പിക്കൊണ്ടാലും നമ്മുടെ വയറ് പറയൂ. എടാ നീ ഈ സുകുമാരക്കുറുപ്പിന്റെ പേര് പറഞ്ഞാൽ നിന്നെ പോലീസുകാർ തപ്പിക്കൊണ്ട് പോകും. നീ പൈസ മേടിച്ചാൽ തിരിച്ചങ്ങോട്ട്. പൈസ തിരിച്ചാലും വാങ്ങത്തില്ല. തിരിച്ചു മേടിച്ചില്ലെങ്കിൽ ഇനി അയാളുമായിട്ട് ബന്ധപ്പെടണ്ട. അയാളുടെ ഫോൺ നമ്പർ ഒന്നും മേടിച്ച് കൈ വെക്കരുത്. കുഴഞ്ഞ കേസാണ്. നിന്നെ കുഴഞ്ഞ കേസാണ്. നിന്നെ അകത്താക്കും പോലീസ്. ഞാൻ അറിഞ്ഞില്ല ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ്. നീ ആ മനസ്സിലാക്കണ്ടേ? അത് പോട്ട്. ഈ ടൂറിസം എന്ന് പറഞ്ഞാൽ ഇത് പൂട്ടി കിടക്കുന്ന ഇത് എത്ര വർഷമാടാ? 10-40 വർഷമായി. അല്ല, ഇവിടെ എന്താ ടൂറിസം വികസിക്കാത്ത? എന്താ ടൂറിസം വികസിക്കാത്തതിന്റെ കാര്യം? ഇവിടെ ഒന്നും ഇതൊന്നും ആർക്കും വേണ്ടടാ. ഇതൊക്കെ വല്ല സിംഗപ്പൂരിലായിരുന്നെങ്കിൽ ഇത് എത്ര മനോഹരമായി പോയത്. ഇത്രയും നല്ല കടൽ തീരവും എല്ലാം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. വരത്തില്ലെന്നോ? വിദേശികളുണ്ടല്ലോ. സ്വദേശികൾക്ക് ഇതൊന്നും വേണ്ടടാ. അതാ, സ്വദേശികൾക്ക് വേണമെങ്കിലല്ലേ ഇതൊക്കെ അവർ നോക്കുന്നത്. അവർക്കൊന്നും താല്പര്യമില്ല. പിന്നെ ഇത് 30 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുക. ഒരു സർക്കാർ ഒന്നും നോക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കെല്ലാം ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. അപ്പുറത്ത് നോക്കാൻ നീ അവിടെ വലിയ സംഭവം വന്ന് കിടക്കുക. പക്ഷെ അതുപോലും ആരും നോക്കുന്നില്ല. അത് മനസ്സിലായേ? പശുവിനെ കിടക്കുന്ന കാര്യം വിട്ടാളേ അല്ലേ? പശുവിനെ കിടക്കുന്ന കാര്യം പറയുന്നത് അവൻ നിന്നെ പിടിച്ച് അകത്താക്കും. പഴയ സുകുമാരക്കുറുപ്പ് തന്നെ. പിന്നെ ചിലപ്പോ അറിയാൻ പറ്റുമോ? നീ എന്തിനാ എവിടെ നിന്നൊക്കെ പൈസ മേടിച്ചെന്ന് വെച്ചാൽ ചെറിയ ജോലി ചെയ്ത് കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? കഴിക്കണം പറഞ്ഞ് വല്ലവന്റെ കൊലപാതകം നടത്തേണ്ടേ എന്നാണല്ലോ പൈസ മേടിക്കുന്നത്. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നാ പറയുന്നത്. ഒറ്റയ്ക്ക് ജീവിക്കുക. നീ ആവശ്യമില്ല പൈസ കൊണ്ട് തിരിച്ചു കൊടുക്കും. എനിക്ക് ഇതിന്റെ പുറമെ നടക്കാനൊന്നും വയ്യ. ഈ ടൂറിസം കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്നല്ലേ ഞാൻ ചോദിച്ചോളൂ. ടൂറിസം കൊണ്ട് ജീവിക്കാൻ ഇവിടെ വന്ന് കടത്തണ്ടായിരിക്കാനോ? ടൂറിസത്തിന്റെ ടൂറിസം എങ്ങനെ വികസിക്കുന്ന എങ്ങനെയാന്ന് പറയാം. ടൂറിസം വികസിക്കുന്നത് നമ്മളെ വിചാരിച്ചാണ് നടക്കുക. അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ സർക്കാരാണ് ഈ പണി കൊടുത്തത്. പിന്നെ സർക്കാരല്ലേ ഇവിടെ ആണ്ട് എമാരുടെ ലോണുമായി ബന്ധപ്പെട്ട എന്തോ വിഷയമാണ്. അതിപ്പോ ആ ഗുരി കിടക്കുക. ഇവിടെ ബംഗാളികൾ താമസിക്കാന്ന് തോന്നുന്നു. ബംഗാളിയൊക്കെ വാടക കൊടുക്കാനേ പറ്റും. മനോഹരമായ ഒരു സ്ഥലം വേറെ കിട്ടും. ഇത്രയും മനോഹരമായ സ്ഥലം ഈ ലോകത്തില്ല. കിട്ടൂടാ. പക്ഷെ വികസിക്കുന്നില്ല. നമ്മളെ തന്നെ നമ്മളിത് വികസിപ്പിച്ചു കൊടുക്കും. നമ്മുടെ ഇനി ടൂറിസത്തിന് വേണ്ടി നമ്മളെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ഥലം വികസിപ്പിച്ചു കൊടുക്കും. അത് മതി. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നമ്മള് സർക്കാരിന് സമ്പാദിച്ചു കൊടുക്കും. അത് മതി. നമുക്ക് തരുമോ? അത് തരുമെന്നുള്ള നമുക്ക് സർക്കാരുമായിട്ട് ടൂറിസം മന്ത്രിയെ ഒന്ന് വിളിക്കുവോ? സംസാരിക്കുവോ? കുട്ടപ്പം പോകുന്നു. എന്ത്